ചൂടുകാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ടാണ് ഈ തണ്ണിമത്തൻ അല്ലേ. ഇന്ന് നമുക്ക് അവധി ദിവസത്തെ ഒരു നാടൻ ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ. പെൺമക്കളുടെ കാര്യം പറയുവാണെങ്കിൽ അവരെപ്പോഴും അപ്പന്മാരുടെ സൈഡിലായിരിക്കും. കാരണം അമ്മമാരെ പോലെ അവരെപ്പോഴും വഴക്ക് പറയോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെൺമക്കൾക്ക് അപ്പന്മാരോട് ഒരു ശകല സ്നേഹം കൂടുതലും കാണും. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്മമാരുടെ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവരോരോ പറഞ്ഞതിൻ്റെയും ഉപദേശിച്ചതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ചില റെസിപ്പീസ് നമ്മൾ അതേ രീതി ഫോളോ ചെയ്തെന്ന് പറഞ്ഞാലും അമ്മമാരുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഒന്ന് വേഗം വെച്ചിട്ട് മഴ പെയ്യുന്നത് കാരണം പുറത്തു പോയി നിന്ന് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഞാൻ അടുക്കളയിൽ പെരുമാറുന്ന മിക്ക സമയത്തും എൻ്റെ രണ്ട് മമ്മിമാരിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ കോളിൽ കാണും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം വർത്താനം പറയുകയും ചെയ്യാം, നമ്മൾ പണി ചെയ്തെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടത്തുമില്ല. ഇന്നത്തെ ചോറിന്റെ സ്പെഷ്യല് ആ ചെമ്മീൻ പച്ചമാങ്ങ ചമ്മന്തിയാന്ന് പറയാൻ കേട്ടോ. പിന്നെ വെന്ത ഇറച്ചിക്കറിന്ന് കുറച്ച് മാത്രം എടുത്ത് കുരുമുളകൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഒലത്തിയെടുത്തു. ബാക്കി തണുപ്പാറി കഴിയുമ്പോൾ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ജോലിയുള്ള ദിവസം ഇതുപോലൊക്കെ റെഡിയാക്കി എടുക്കാം. സാമ്പാറിൽ ഇഷ്ടമില്ലാത്ത പച്ചക്കറികളൊക്കെ മാറ്റി വെക്കുന്ന ഒരു ശീലയോടെ ഉണ്ടേ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഉടച്ച് റെഡിയാക്കിയത്. ചോറും കൂടെ റെഡിയായ സ്ഥിതിക്ക് ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട. നല്ല ചൂട് ചോറും ഇറച്ചിക്കറിയും ചെമ്മീൻ ചമ്മന്തിയും സാമ്പാറും പിന്നെ കുറച്ച് പപ്പടവും ചെമ്മീൻ അച്ചാറും കുറച്ച് കട്ടത്തൈരും. ഏട്ടാ മോനെ.